ദി ക്രിയേറ്റർ എന്ന് പറയുന്ന മൂവി ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക, ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ മൂവിയാണ്. ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അധികം ആൾക്കാരില്ലാതെ പറഞ്ഞ് ഷോസ് ക്യാൻസലായി. പിന്നീട് കുറച്ച് ദിവസം തന്നെ സിനിമ തന്നെ മാറിപ്പോയായിരുന്നു. ഇപ്പം ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഒരു സിനിമ ആ ഒരു കമ്പ്യൂട്ടറിൽ ഞാൻ കാണുമ്പോൾ തന്നെ വൺ ഓഫ് ദ കിഡിലെ എക്സ്പീരിയൻസും ആ ഒരു ഫീലും ആയിരുന്നു. ആ ഒരു ഐറ്റത്തിനൊക്കെ തിയേറ്ററിൽ മിസ് ചെയ്തതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം അത് മിസ് ചെയ്ത് ഇനിയിപ്പം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു മൂവി കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്ന സോണി FX3 എന്ന് പറയുന്ന ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. ഒരു ഹോളിവുഡിനെ സംബന്ധിച്ചോളം അവർ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറയൊന്നും അല്ല ഈ ഒരു സോണി FX3 എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഒരു നോർമൽ ക്യാമറയാണ്. ആ ഒരു ക്യാമറയിലാണ് ഇവർ എൻ്റയർ മൂവി തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു മൂവിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത്ര ലോ ആയിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മൂവി ഇത്ര അടിപൊളിയായിട്ട് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പ്ലോട്ടിലുള്ള ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. ഒരു ഹ്യൂമൻ കൈൻഡും എയും തമ്മിലുള്ള വാർ, ആ വാറിൽ വരുന്ന സോൾജർ, ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മൂവിയിലും ഹ്യൂമൻ കൈൻഡും എയും തമ്മിലുള്ള വാറാണ്. ആ വാറിലോട്ട് ഒരു മിഷനുമായിട്ട് വരുന്ന ഒരു സോൾജർ, ആ ഒരു സോൾജർ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യില്ലെന്നാണ് ഈ സ്റ്റോറി സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്നതായാലും അല്ലെങ്കിൽ ആ സിനിമയിലെ പല കാര്യങ്ങളും ഭയങ്കര പ്രഡിക്റ്റബിൾ ആയാൽ പോലും ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സിനിമയുടെ എക്സിക്യൂഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. അതിലെ CG വർക്ക്സ് ആയാലും VFX ആയാലും അല്ലെ ക്യാരക്ടേഴ്സ് ആയാലും AI ആയാലും റോബോട്ട്സ് ആയാലും ആ ഒരു സിനിമയിൽ വിത്തിൻ സെക്കൻഡ്സ് വന്നു പോകുന്നതായാൽ പോലും അത്ര അടിപൊളിയായിട്ടാണ് അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ഗാരറ്റ് എഡ്വേർഡ്സ് ആണ്. ആരാന്ന് അറിയാലോ അല്ലേ, നമ്മുടെ ഗോഡ്സിലെയും സ്റ്റാർ വാർസ് റോഗ് വണ്ണൊക്കെ ഡയറക്ട് ചെയ്ത ആളാണ്. സോ ആ ഒരു ഡയറക്ടറിന്റെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രസന്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു എലമെന്റ് ആയാൽ പോലും ആ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം എസ്പെഷ്യലി എടുത്ത് പറയുന്നത് റോഗ് വണ്ണ സ്റ്റാർ വാർസ് സ്റ്റോറി എന്ന് പറയുന്ന മൂവിയുണ്ട്. ആ ഒരു മൂവി ആയാൽ പോലും ആ ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മൂവീസിൽ നിന്ന് ഒരു ഡിഫറെന്റ് ട്രാക്കിൽ സംസാരിക്കുന്ന മൂവിയാണ്. സോ അങ്ങനത്തെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് ആ ഡയറക്ടറിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റർ മൂവിയിലോട്ട് വരുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കണ്ട എലമെന്റ്സ്, അല്ലെങ്കിൽ നമുക്കറിയാം അടുത്ത എന്ത് നടക്കും, അല്ലെങ്കിൽ അടുത്ത എൻഡ് എന്തായിരിക്കും, ഈ സിനിമ എങ്ങനെ എൻഡ് ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും ആ കാണുന്ന ഓരോ ഓഡിയൻസിനും ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ രീതിയിലാണ് ഒരു എൻ്റയർ മൂവി തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഈ മൂവിയുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് അത്ര കിടിലാണ്. ആ ഒരു ഹ്യൂമൻസ് ആയാലും ആ ഒരു AI റോബോട്ട്സിന്റെ കാര്യമായാലും പോലും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻസും അല്ലെങ്കിൽ ആ വാർ സീക്വൻസും അല്ലെങ്കിൽ ആ വാറിന്റെ കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്, അതായത് കാണുന്ന ഓരോ ആൾക്കാർക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ എന്താണ് കാര്യം ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടവർ വൺ ലക്കി എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വിട്ടേക്ക് ഓക്കെ നമ്മൾ ഒരുപാട് ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റഫ് ആയിരുന്നു. ഇപ്പം ക്യാരക്ടർ പ്രസന്റേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് ക്യാരക്ടേഴ്സ് മൂവിൽ വരുന്നുണ്ട്. ഇപ്പോൾ AI ആയാലും ഹ്യൂമൻ കൈൻഡ് ആയാലും ആ വാർ സീക്വൻസ് ആയാലും ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനുള്ള സ്പേസും അല്ലെങ്കിൽ ആ ഓരോ ക്യാരക്ടറിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറിയുടെ മേക്കിംഗ് ആയാൽ പോലും ഇനി വരാൻ പോകുന്ന കാര്യം എത്ര പ്രൊഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിൽഡപ്പ് വെച്ചിട്ട് ഇനി ഒരുപാട് മൂവീസ് ഈ ഒരു സ്റ്റോറിനെ റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ ഇരിക്കുന്നത് തന്നെ. കാരണം ഒരു ഹോളിവുഡ് സൈഫൈ മൂവീസിൽ എപ്പോഴും വരുന്ന ബഡ്ജറ്റ് അല്ല ഈ ഒരു മൂവിക്കുള്ള, അല്ലെങ്കിൽ ഈ മൂവിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ പോലും വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു മൂവിയൊക്കെ ചെയ്യുന്ന പറയുന്നത് അത്ര ചില്ലറ കാര്യവും. പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഡിക്റ്റബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് മൂവീസും സീരീസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു എൻ്റയർ മൂവിയുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ പ്രസന്റേഷനാണ് കാര്യം. സോ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവിക്ക് തരാൻ സാധിച്ചത്. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ മൂവി കണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും തീർച്ചയായിട്ടും ഈ മൂവി കണ്ടുപോകുക. മൂവി ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.